പ്രഭാതത്തിൽ ശ്രീകൃഷ്ണൻ എഴുന്നേറ്റ് വ്രഗസ്ഥലിയിൽ നിന്നും നഗരത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ശ്രീകൃഷ്ണനെ സ്വീകരിക്കുവാൻ എല്ലാവരും അണിനിരന്നു. ദുര്യോധനന് മാത്രം ശ്രീകൃഷ്ണനെ സ്വീകരിക്കുവാൻ എത്തിയില്ല. ആബാലവൃദ്ധം ജനങ്ങൾ കൃഷ്ണനെ കാണുവാൻ വഴിയുടെ ഇരുഭാഗത്തും തിങ്ങിക്കൂടി നിൽക്കുന്നു. ജനനിബിഡമായ ആ പാതയിലൂടെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകി ശ്രീകൃഷ്ണൻ മെല്ലെ നടക്കുന്നു. അങ്ങനെ സഞ്ചരിച്ച് ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. രാജാവിൻ്റെ സൽക്കാരങ്ങൾ സ്വീകരിച്ച ശേഷം രാജാവിൻ്റെ അനുവാദത്തോടെ കൃഷ്ണൻ വിതുരരുടെ ഭവനത്തിലേക്ക് പോയി. വിതുരർ ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. പാണ്ഡവരെക്കുറിച്ചുള്ള കഥകളും വിശേഷങ്ങളുമൊക്കെ അവർ രണ്ടുപേരും സംസാരിച്ചു. ഇനിയാണ് ഏറെ പ്രധാന ദൗത്യം കൗരവസഭയിൽ കൃഷ്ണൻ അവതരിപ്പിക്കേണ്ടത്. യുദ്ധമുണ്ടാകാതിരിക്കുവാനുള്ള ഒരു സന്ധി സംഭാഷണം. ദുര്യോധനൻ ഒന്നിനും വഴങ്ങില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ യുദ്ധമില്ലാതെയാക്കുവാനുള്ള പ്രയത്നങ്ങൾ അത് നടത്തിയേ മതിയാവൂ. ശ്രീകൃഷ്ണൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നതും.